എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ കൂടെയാണ് ഓണാഘോഷിക്കുന്നത്. നടൻ മോഹൻലാലിൻ്റെ അമ്മയുടെ നിര്യാണം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം, ലാലേട്ടന് അമ്മയോടുള്ള ആ സ്നേഹവും കരുതലും ബഹുമാനവും എല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അതൊക്കെ നോക്കും, മുറിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അദ്ദേഹം എല്ലാ വേദികളിലും പറയുകയുണ്ടായി, അമ്മയുടെ രോഗാവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളോടൊക്കെ ലാലേട്ടൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കാർക്കും ലാലേട്ടൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അപരിചിത ആയിരുന്നില്ല, സുപരിചിത തന്നെയായിരുന്നു. അതിൻ്റെ കാരണം ലാലേട്ടൻ എപ്പോഴും അമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുക, അമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ആ അമ്മയുടെ വേർപാട്, ലാലേട്ടൻ്റെ ദുഃഖം അല്ലേ, എപ്പോഴും ലാലേട്ടൻ നമ്മളോടെല്ലാം വളരെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ലാലേട്ടന് വളരെ വിഷമിച്ച് ദുഃഖത്തിലാക്കിയ ഒരു വിഷമത്തോടു കൂടി ലാലേട്ടന് വൈകാരികമായ നിമിഷങ്ങളിൽ കൂടി കടന്നുപോയിരിക്കുന്ന രംഗങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ ദുഃഖവും നമ്മളെല്ലാം ആ ദുഃഖത്തിൽ ചേർന്നതുമാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, അമ്മ എന്ന് പറയുന്ന ആള് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി നമ്മുടെ എത്ര നല്ല നിലയിൽ നമ്മളായോ അതിൻ്റെ എല്ലാം പിന്നിൽ അമ്മയുടെ കഷ്ടപ്പാട്, മാതാപിതാക്കളുടെ കഷ്ടപ്പാട് കൂടുതലായിട്ടും പ്രത്യേകിച്ചും പറയാനുള്ളത് അമ്മയുടെ കഷ്ടപ്പാടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് പ്രത്യേകമായ ഒരു അടുപ്പം, ഒരു ആത്മബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെ അറിയാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടും പല പ്രാവശ്യം നമ്മുടെ ലാലേട്ടൻ സംസാരിക്കുകയാണ് അമ്മയുടെ ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥവും ആഴവും മഹത്വവും എല്ലാം തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയോടുള്ള പെരുമാറ്റം. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, 80-90 വയസ്സുള്ള അമ്മമാരെ ഇങ്ങനെ കൂടെയൊക്കെ പിടിച്ച് നടന്നു പോകുക, ബസ്സിൽ കയറി യാത്ര ചെയ്യുക ഒക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഫീലായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അതിന് സാധിക്കില്ലായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു. അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വന്തം അമ്മയെ പോലെ തന്നെ കാണുവാനായിട്ട്, മറ്റുള്ള അമ്മമാരെ കാണുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ആ അടുപ്പം, അല്ലെങ്കിൽ ആ സ്നേഹം ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ, ലാലേട്ടൻ്റെ അമ്മ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാലുമോൻ്റെ കാര്യം. ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്തുന്ന ഒരു അമ്മയായിരുന്നു. എല്ലാ അമ്മമാരും അങ്ങനെയാണ്, എങ്കിൽ പോലും നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ലാലേട്ടനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതായത് ലാലേട്ടൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നേരത്തെ മരിച്ചു പോയിരുന്നു, അതുപോലെ അച്ഛനും നേരത്തെ മരിച്ചു പോയിരുന്നു. പിന്നെ അമ്മ മാത്രമായിരുന്നു ലാലേട്ടൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു അടുപ്പവും സ്നേഹവും അത് അമ്മയും മകനും ആയിട്ടുള്ള ആ ഒരു ഇടപെടൽ അല്ലെ, അത്രയധികം ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അത്രയധികം സ്നേഹം ലാലേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ ഇതുപോലുള്ള കാര്യങ്ങൾ, മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് പോരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയുടെ വിയോഗം മൂലം ലാലേട്ടന് വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞുപോയ ദിനങ്ങൾ. ഒരുപാട് പ്രമുഖ വ്യക്തികൾ ലാലേട്ടൻ്റെ അമ്മയുടെ മൃതദേഹം കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായിട്ട് എത്തിയിട്ടുണ്ട്. പല തുറകളിൽ നിന്നുള്ള ആൾക്കാർ അല്ലെ, ഒരുപാട് പ്രവർത്തകർ, അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ പട്ടാള സേവനം അനുഷ്ഠിച്ചിരുന്ന ലാലേട്ടൻ, അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുമായിട്ട് അല്ലെ, വലിയ ചെറുപ്പമില്ലാത്ത എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട്, മന്ത്രിമാരുമായിട്ടുള്ള ആ ഒരു ഇടപെടൽ, സമീപനം, ലാളിത്യം, അങ്ങനെ കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും, പ്രമുഖ നേതാക്കന്മാരടങ്ങിയ, സാധാരണ ജനങ്ങളടങ്ങിയ, പാവപ്പെട്ടവരടങ്ങിയ എല്ലാ ആൾക്കാരും, ഇന്ന ആൾക്കാർ എന്നുള്ള വ്യത്യാസമില്ലാതെ ലാലേട്ടനെ സ്നേഹിച്ച ആൾക്കാരാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടിയാണ് ആ ചടങ്ങുകൾ നടന്നതും. അമ്മ സ്വന്തം മകനായിട്ടുള്ള പ്യാരിലാലും അച്ഛൻ വിശ്വനാഥൻ നായരും ഉറങ്ങുന്ന മണ്ണിലേക്ക് തന്നെ ആ അമ്മയും അമ്മയുടെ ആഗ്രഹം പോലെ അവരുടെ അടുത്തേക്ക് തന്നെ ഉള്ള ഒരു നിത്യ ഉറക്കമായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ലാലേട്ടന് ആ ദുഃഖം ഉൾക്കൊള്ളുവാനും ആ ദുഃഖം താങ്ങുവാനായിട്ട് ലാലേട്ടന് കഴിയുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.